ഒരു മലയാളി യുവാവ് കൂടി അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് താവളത്തിൽ കൊല്ലപ്പെട്ടതായി വിവരം. കാസർഗോഡ് തൃക്കരിപ്പൂരിലെ ഇസ്മായിലിന്റെ മകൻ മർവാനാണ് കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് സന്ദേശം ലഭിച്ചത്. കാസർഗോഡ് പടനയിൽ നിന്നും പോയ 21 അംഗ സംഘത്തിൽ കൊല്ലപ്പെടുന്ന 4-മനാണ് മർവാൻ. വിവരങ്ങളുമായി സണ്ണി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. സണ്ണി, ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമല്ല. കാരണം ഇതിനു മുമ്പ് കാസർഗോഡ് നിന്ന് പോയ സംഘത്തിലെ 3 പേർ കൊല്ലപ്പെട്ടപ്പോഴും അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ്. നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് അഫ്ലാഖ് മജീദ് എന്ന് പറയുന്ന ഈ സംഘത്തിലെ ഒരു യുവാവിന്റെ വിവരങ്ങളാണ്. അദ്ദേഹം ഫോൺ സന്ദേശങ്ങൾ വഴിയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധുക്കളെ വിവരം അറിയിക്കാറ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അഫ്ലാഖ് മജീദിന്റെ ഒരു സന്ദേശം ബന്ധുക്കൾക്ക് ലഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ നാങ്കർഹാർ മേഖലയിലാണ് IS കേന്ദ്രം പ്രധാനമായിട്ടുള്ളത്. അവിടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തങ്ങളെല്ലാം വളരെ അപകട നിലയിലാണ് ഉള്ളതെന്നും നേരത്തെ അഫ്ലാഖ് മജീദ് ഫോൺ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇന്ന് ലഭിച്ച ഫോൺ സന്ദേശത്തിലാണ് ഈ ഏറ്റവും ഒടുവിൽ നാലാമനായി ഇപ്പോൾ കൊല്ലപ്പെട്ട മർഫാന്റെ വിവരം നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇപ്പോൾ മജീദ് ഉള്ള സ്ഥലത്തു നിന്ന് വളരെ വിദൂരമായ സ്ഥലത്താണ് ഈ യുവാവ് കൊല്ലപ്പെട്ടത്, മർഫാൻ കൊല്ലപ്പെടുന്നത്. ഒരാഴ്ച കഴിഞ്ഞാണ് ഇദ്ദേഹത്തിന് തിരിച്ചറിയുന്നത്. ഇന്ന് അദ്ദേഹം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾക്ക് ഇത് സംബന്ധിച്ചുള്ള സന്ദേശം അയച്ചത്. നേരത്തെ സാജിദ്, അഫിസുദ്ദീൻ, ഇസ എന്നിവരും ഈ സംഘത്തിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു. മറ്റൊരു യുവാവ് വയനാട് സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. കേരളത്തിൽ നിന്നും ഇതുവരെ പോയ 5 യുവാക്കളാണ് ഇതിനകം അഫ്ഗാനിസ്ഥാനിലെ IS കേന്ദ്രത്തിൽ കൊല്ലപ്പെട്ടത്. മനു, സണ്ണി, സന്ദേശം ലഭിച്ചതിന് ശേഷം ഇവർ ഇതുമായി ബന്ധപ്പെട്ട പോലീസിനോട് ഇത് അറിയിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഔദ്യോഗികമായി ഈ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. കാരണം ഇക്കാര്യങ്ങൾ ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുകയും ഇത് സംബന്ധിച്ച് NIA ആണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. NIA കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിലെ എംബസിയുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത്. പക്ഷെ ഇതിന് ഒരുപാട് സമയമെടുക്കും. പെട്ടെന്നുള്ള സന്ദേശം ലഭിക്കുന്നത് അഫ്ലാഖ് മജീദിൽ നിന്നാണ്. അദ്ദേഹം നൽകുന്ന സന്ദേശം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആധികാരികമായി സർക്കാർ തലത്തിലോ പോലീസിന്റെയോ അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. മനു, ശരി. സണ്ണി ജോസഫാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. പാചകവാതക സബ്സിഡി നിർത്തലാക്കാൻ കേന്ദ്ര സർക്കാർ മാർച്ച് അവസാനത്തോടെ നിർത്തലാക്കാനാണ് തീരുമാനം. വില ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കാനും തീരുമാനം. കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യങ്ങൾ. LPG സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉത്കണ്ഠാജനകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാർക്ക് അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ലോക അത്ലറ്റിക് മീറ്റിൽ PU ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിൽ ഹൈക്കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം തേടി. 24-ന് പട്ടികയിൽ ഇല്ലാതിരുന്ന സുധാ സിംഗ് എങ്ങനെ പിന്നീട് പട്ടികയിൽ ഇടം നേടിയെന്നാണ് വിശദീകരിക്കേണ്ടത്. PU ചിത്ര സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. നാളെ ഹർജി വീണ്ടും പരിഗണിക്കുമ്പോൾ കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിന്റെ സാഹചര്യം ഫെഡറേഷൻ വിശദീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ലോക അത്ലറ്റിക് മീറ്റിൽ ചിത്രയെ പങ്കെടുപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെയാണ് PU ചിത്ര കോടതിയലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധികൃതരോട് ഇത് സംബന്ധിച്ച് വിശദീകരണം തേടി. ലോക മീറ്റിൽ താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞു എന്നായിരുന്നു ഫെഡറേഷൻ കോടതി അറിയിച്ചത്. അങ്ങനെയെങ്കിൽ സുധാ സിംഗ് എങ്ങനെ പട്ടികയിൽ ഇടം നേടിയെന്ന് കോടതി ചോദിച്ചു. 24 അവസാന തീയതിയായി ഫെഡറേഷൻ പറയുന്നത്. 27-ന് പ്രസിദ്ധീകരിച്ച പട്ടികയിൽ സുധാ സിംഗിന്റെയോ PU ചിത്രയുടെയോ പേരുണ്ടായിരുന്നില്ല. എന്നാൽ 30-ന് അന്താരാഷ്ട്ര അത്ലറ്റിക് ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ സുധാ സിംഗിന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്നാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധികൃതർ വിശദീകരിക്കേണ്ടത്. ഫെഡറേഷൻ സെക്രട്ടറി ഉടൻ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കണം. സെക്രട്ടറി സ്ഥലത്തില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഇക്കാര്യം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഫെഡറേഷനുമേൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാകേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2016-17 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി സമർപ്പിക്കാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ നീട്ടി. ഓഗസ്റ്റ് 5 വരെയാണ് സമയം നീട്ടിയിരിക്കുന്നത്. ഇൻകം ടാക്സ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്യാം. നോട്ട് അസാധുവാക്കിയ നവംബർ 8-നും ഡിസംബർ 30-നും ഇടയിൽ നടത്തിയ നിക്ഷേപത്തെ സംബന്ധിച്ച വിവരങ്ങളും പ്രത്യേകം നൽകണം. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കണമെന്നതിന് പുറമെ GSTയുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൂടി പരിഗണിച്ചാണ് സമയപരിധി നീട്ടിയത്. ആധാർ കാർഡ് പാനുമായി ബന്ധപ്പെടുത്തേണ്ട തീയതി 31 വരെയും നീട്ടിയിട്ടുണ്ട്.
ഗവർണറെ ഉപയോഗിച്ച് ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. ജനാധിപത്യ വ്യവസ്ഥ അട്ടിമറിക്കാനുള്ള നീക്കം ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കും. മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് മോശമായി പെരുമാറിയിട്ടില്ല. യോഗം സുഗമമായി നടത്താനുള്ള നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും വൈക്കം വിശ്വൻ കോഴിക്കോട് പറഞ്ഞു. കാരണം ഗവർണർമാരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നൊരു രീതി വരുന്നു. അതൊരു ഫെഡറൽ സംവിധാനത്തിന് തന്നെ എതിരായിട്ടുള്ള ഒരു നീക്കം വരും. സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷങ്ങളുണ്ടായ ജില്ലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഓഗസ്റ്റ് 6-ന് വിഷയം ചർച്ച ചെയ്യാൻ സർവകക്ഷി യോഗം ചേരും. CPIM BJP നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തിരുവനന്തപുരത്തും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി തുടർന്നു വന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIM BJP RSS നേതൃത്വവുമായി ചർച്ച നടത്തിയത്. രാഷ്ട്രീയ പാർട്ടികൾ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാകരുത് എന്ന് പൊതുവെ തീരുമാനിച്ചു. രണ്ടു കൂട്ടരും രണ്ട് വിഭാഗത്തിൻ്റെയും അണികളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. എല്ലാവിധ അക്രമ സംഭവങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട അണികൾ ഒഴിഞ്ഞു നിൽക്കുന്നതിനാവശ്യമായ ജാഗ്രത രണ്ടു കൂട്ടരും പാലിക്കുന്നതാണ്. പാർട്ടി ഓഫീസുകളോ സംഘടനാ ഓഫീസുകളോ അതേപോലെ തന്നെ വീടുകളോ ആക്രമിക്കാൻ പാടില്ല എന്ന്. തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങൾ അത്യന്തം നിർഭാഗ്യകരമെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. സംഘർഷങ്ങൾ നടന്നിട്ടുള്ള തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഉഭയകക്ഷി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 6-ന് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തും. ഇരുവിഭാഗങ്ങളുടെയും ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നടപടിയുണ്ടാകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇരുഭാഗത്തു നിന്നും ദൗർഭാഗ്യകരമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ നടന്ന ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇരുഭാഗത്തു നിന്നും പറയാനുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസ്ഥാന നേതാക്കന്മാർ തന്നെ ഇടപെട്ടുകൊണ്ട് തുടർന്നും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിനെ നിഷ്പക്ഷമായി അന്വേഷിക്കാൻ അനുവദിക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. പോലീസിനെ നിഷ്പക്ഷമായി സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം. തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും നിയമത്തിന്റെ മുന്നിൽ തെറ്റ് ചെയ്തവരെ കൊണ്ടുവരുവാനും പോലീസിന് ബാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും കോട്ടയത്തും നാളെയും കണ്ണൂരിൽ ഓഗസ്റ്റ് 5-നുമാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരെ ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും ഒഴിവാക്കിയെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ല. യോഗത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ എടുക്കാൻ പോലും ആർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് നൽകിയിരുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു ചർച്ച നടത്താൻ കഴിയില്ലെന്നും വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വരുമ്പോൾ മാധ്യമപ്രവർത്തകർ യോഗം നടക്കുന്ന ഹാളിനകത്തായിരുന്നു. അതുകൊണ്ടാണ് അവരോട് പുറത്തു പോകാൻ പറഞ്ഞത്. തുടർന്ന് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണുകയും ചെയ്തെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശ്രീകാര്യത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടിയതായി സൂചന. സംഭവത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭായ് രതീഷിനെ പോലീസ് പിടികൂടി. രണ്ടാം പ്രതി വിജിത്തിനെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയനാക്കി. അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗുണ്ടാവിരുദ്ധ സ്ക്വാഡ് കാര്യക്ഷമമാക്കാൻ DGP തിരുവനന്തപുരം സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ശ്രീകാര്യത്ത് RSS നേതാവ് രാജേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളും പോലീസിന്റെ പിടിയിലായതായാണ് സൂചന. കേസിലെ മുഖ്യപ്രതികളും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരുമായ മണിക്കുട്ടൻ, വിജിത്ത്, പ്രമോദ്, എബി, വിപിൻ, സിബി എന്നിവരടക്കം 11 പേരാണ് പിടിയിലായത്. ഇതിൽ 7 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയ ശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭായ് രതീഷിനെ മംഗലപുരത്ത് നിന്ന് വൈകുന്നേരത്തോടെ പിടികൂടിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകൾ ശാസ്ത്രീയമായി ഉറപ്പിക്കുന്നതിനു വേണ്ടി രണ്ടാം പ്രതി വിജിത്തിനെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയനാക്കി.
നഗരത്തിലെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിന് ഗുണ്ടാ സ്ക്വാഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് DGP സിറ്റി പോലീസിന് നിർദ്ദേശം നൽകി. സംസ്ഥാന നോഡൽ ഓഫീസർ P. പ്രകാശിന്റെ നേതൃത്വത്തിൽ DCP അരുൾ RB കൃഷ്ണ, അസിസ്റ്റന്റ് കമ്മീഷണർ സുരേഷ് കുമാറും ഷാഡോ സംഘങ്ങളും ഗുണ്ടാവേട്ടയിൽ പരിശീലനം സിദ്ധിച്ചവരും ഉൾപ്പെട്ടതായിരിക്കും സംഘം. BJP DYFI പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ BJP പ്രവർത്തകരെ രാജേഷ് സഹായിച്ചതിലുള്ള വിരോധം കൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ FIR റിപ്പോർട്ടിൽ പറയുന്നത്. കൊലപാതകം നടക്കുമ്പോൾ രാജേഷിന് കൂടെയുണ്ടായിരുന്ന അരുൺ എന്ന BJP പ്രവർത്തകൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് FIR തയ്യാറാക്കിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് ജയിലിലെത്തിച്ചത്. സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് സർക്കിൾ ഇൻസ്പെക്ടർ C. ബിനുകുമാറാണ് ശ്രീകാര്യം കൊലക്കേസ് അന്വേഷിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് BJPയും CPIയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് നിലനിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ ചോരക്കളി രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPIയും BJPയും തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് UDF ഇന്ദിരാഭവനിൽ സംഘടിപ്പിച്ച പ്രാർത്ഥനായജ്ഞം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയെ ശാസിച്ച കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെയും ശാസിക്കാൻ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, MLAമാർ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, KPCC പ്രസിഡന്റ് MM ഹസൻ എന്നിവർ പ്രാർത്ഥനായജ്ഞത്തിൽ സംബന്ധിച്ചു. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് UDF നടത്തിയ പ്രാർത്ഥനായജ്ഞത്തെ ചൊല്ലി UDFൽ ഭിന്നത. പ്രാർത്ഥനായജ്ഞത്തിന്റെ വേദി രാജ്ഭവന് മുന്നിൽ നിന്ന് KPCC ആസ്ഥാനത്തേക്ക് മാറ്റിയതിൽ ഘടകകക്ഷികളായ JDUവും RSPയും CMPയും കോൺഗ്രസിനെ അതൃപ്തി അറിയിച്ചു. അതേസമയം കോൺഗ്രസിന്റെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ച് JDU, RSP, CMP എന്നീ ഘടകകക്ഷി നേതാക്കൾ പ്രാർത്ഥനായജ്ഞ പരിപാടി ബഹിഷ്കരിച്ചു. CPIഎമ്മും BJPയും കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കുക, സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി UDF ഇന്ദിരാഭവനിലാണ് പ്രാർത്ഥനായജ്ഞം സംഘടിപ്പിച്ചത്. UDF യോഗ തീരുമാനമനുസരിച്ച് UDFലെ MLAമാരും ഘടകകക്ഷി നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടുന്ന പ്രാർത്ഥനായജ്ഞത്തിന്റെ വേദി രാജ്ഭവന് മുന്നിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ വേദി മാറ്റി പരിപാടി KPCC ആസ്ഥാനത്ത് നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ കോൺഗ്രസിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിൽ UDFലെ ഘടകകക്ഷികളായ JDU, RSP, CMP എന്നിവർ കോൺഗ്രസിനെയും UDF കൺവീനറെയും അതൃപ്തി അറിയിച്ച് പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നു. നിശ്ചയിച്ച പ്രകാരം രാജ്ഭവന് മുന്നിൽ തന്നെ പരിപാടി നടത്തണമായിരുന്നു. പോലീസ് തിരുവനന്തപുരം നഗരത്തിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ലംഘിച്ച് പരിപാടി നടത്തി നേതാക്കൾ അറസ്റ്റ് വരിക്കണമായിരുന്നു എന്നതാണ് ഈ ഘടകകക്ഷികളുടെ നിലപാട്. പൊതുപ്രവർത്തകർ എന്തിനാണ് പോലീസിനെ ഭയക്കുന്നത്? ഇന്ദിരാഭവനിൽ നടന്ന പ്രാർത്ഥനായജ്ഞ പരിപാടിയും നിരോധനാജ്ഞയുടെ ലംഘനം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് പ്രാർത്ഥനായജ്ഞ പരിപാടി രാജ്ഭവനിൽ നടത്തിയില്ലെന്നും യജ്ഞത്തിൽ നിന്ന് വിട്ടുനിന്ന ഘടകകക്ഷികളുടെ നേതാക്കൾ ചോദിച്ചു. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യത്തിൽ മറുപടി നൽകാതെ ന്യായീകരിച്ചതിലും നേതാക്കൾക്ക് അമർഷമുണ്ട്. ജനകീയ പിന്തുണ കിട്ടേണ്ട പരിപാടിയാണ് ഇത്തരത്തിൽ ഒളിച്ച് സംഘടിപ്പിച്ചതെന്നും ഘടകകക്ഷി നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. എന്നാൽ വേദി മാറ്റിയത് നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ പരിപാടി നടത്താൻ അനുവദിക്കുകയില്ല എന്ന സർക്കാർ തീരുമാനത്തെ തുടർന്നാണെന്ന് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും വ്യക്തമാക്കി. വിഷയം അടുത്ത UDF യോഗത്തിൽ ഘടകകക്ഷി നേതാക്കൾ ഉന്നയിക്കും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി ഉത്തരവോടെ സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം പൂർണ്ണമായും അവതാളത്തിലായെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ കേസ് നടത്തിയത് ശരിയായ രീതിയിലല്ലെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ ഡെന്റൽ പ്രവേശനം പൂർണ്ണമായി അവതാളത്തിലായിരിക്കുന്നു. CITU കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ BJP RSS ആക്രമണം. പുലർച്ചെ 2:30 ബൈക്കിലെത്തിയ 5-അംഗ സംഘം ഓഫീസിന്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തു. BJP RSS അക്രമി സംഘത്തിന്റെ നടപടിയിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. ഹർത്താൽ ദിനത്തിൽ CITU മോട്ടോർ ഓഫീസ് ആക്രമിച്ചും CPIഎമ്മിന്റെയും DYFIയുടെയും പ്രചരണ ബോർഡുകൾ തകർത്തും കോട്ടയം നഗരത്തിൽ 1.5 മണിക്കൂറോളമാണ് BJP RSS അക്രമികൾ അഴിഞ്ഞാടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകരായ 8 അക്രമികൾ അറസ്റ്റിലായി. അതിന്റെ തുടർച്ചയായിട്ടാണ് CITU ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ഇന്ന് പുലർച്ചെ 2:30 ആക്രമണമുണ്ടായത്. 3 ബൈക്കുകളിലെത്തിയ 5-അംഗ സംഘം ഓഫീസിന്റെ ജനൽ ചില്ലുകൾ കല്ലെറിഞ്ഞു തകർത്തു. സമീപത്തെ വീട്ടുകാർ ശബ്ദം കേട്ട് ഉണർന്നതോടെ അവശേഷിക്കുന്ന കല്ലുകൾ സമീപത്ത് ഉപേക്ഷിച്ച് അക്രമി സംഘം കടന്നു കളഞ്ഞു. KSKTU, DYFI എന്നീ സംഘടനകളുടെ ജില്ലാ ആസ്ഥാനം കൂടിയാണിത്. BJP RSS അക്രമി സംഘത്തിന്റെ നടപടിയിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ പറഞ്ഞു. ഈ പ്രവർത്തനത്തെ എല്ലാ വിഭാഗം ആളുകളും അപലപിക്കേണ്ടതാണ്. ഞങ്ങൾക്കുള്ള പ്രതിഷേധം അതിശക്തിയായ രൂപത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്ന് സായാഹ്നത്തിൽ വലിയ പ്രതിഷേധം CITUം DYFI എല്ലാം ചേർന്ന് സംഘടിപ്പിക്കുന്നുണ്ട്.
തികച്ചും ജനാധിപത്യപരമായ രൂപത്തിലുള്ള പ്രതിഷേധ യോഗവും പ്രകടനമൊക്കെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക. സമാധാനം ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളോടും ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി എൻ രാമചന്ദ്രൻ സംഭവസ്ഥലം സന്ദർശിച്ചു. ജില്ലയിലെ CPIM, CITU, BJP, RSS ഓഫീസുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. BJP നേതാക്കളുടെ മെഡിക്കൽ കോളേജ് കോഴക്കേസിൽ കുമ്മനത്തിനും കോളേജ് ഉടമ ആർ ഷാജിക്കും ലോകായുക്ത നോട്ടീസ്. BJP പാർട്ടി തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും ലോകായുക്ത. അടുത്ത മാസം 30-ന് കേസ് വീണ്ടും പരിഗണിക്കും. BJP നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ സംബന്ധിച്ച കേസിൽ ലോകായുക്ത പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ, SR എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ആർ ഷാജിയെയും സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി സമൻസ് അയക്കാനും ലോകായുക്ത തീരുമാനിച്ചു. തൃശൂർ സ്വദേശി TN മുകുന്ദൻ നൽകിയ ഹർജി പരിഗണിച്ചാണ് ലോകായുക്തയുടെ നടപടി. അഴിമതി സംബന്ധിച്ച് BJP പാർട്ടി തലത്തിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്നും കുമ്മനം രാജശേഖരന് നൽകിയ സമൻസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു സാക്ഷികളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ അന്വേഷണം നടക്കുക. BJP റിപ്പോർട്ട് ഹാജരാക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് റിപ്പോർട്ട് പിടിച്ചെടുക്കണമെന്നുള്ള ഉപഹർജി ലോകായുക്ത ഇന്ന് പരിഗണിച്ചില്ല. രാഷ്ട്രീയ പ്രവർത്തകർ, ജനപ്രതിനിധികളോ സർക്കാർ ജീവനക്കാരോ അല്ലാത്തതിനാൽ അന്വേഷണങ്ങളോട് സഹകരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് BJP നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഈ നിലപാടിനുള്ള തിരിച്ചടി കൂടിയാണ് പാർട്ടി അധ്യക്ഷനെ സാക്ഷിയാക്കിയുള്ള ലോകായുക്തയുടെ നടപടി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ പോലീസ് ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിൽ 6 മണിക്കൂറോളം അപ്പുണ്ണി നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷം നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. സംവിധായകൻ ശ്രീകുമാർ മേനോനെയും ആലുവ പോലീസ് ക്ലബ്ബിൽ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ വിപിൻ ലാലിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആലുവ പോലീസ് ക്ലബ്ബിൽ ക്രൈംബ്രാഞ്ച് SP സുദർശനൻ, പെരുമ്പാവൂർ CI ബൈജു പൗലോസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അപ്പുണ്ണിയെ ചോദ്യം ചെയ്തത്. മാധ്യമങ്ങളെ വെട്ടിച്ച് നാടകീയമായാണ് അപ്പുണ്ണി പോലീസ് ക്ലബ്ബിലെത്തിയത്. പൾസർ സുനി അപ്പുണ്ണിയെ നിരവധി തവണ ഫോണിൽ വിളിച്ചിരുന്നതായി കോൾ രേഖകളിൽ നിന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. സുനി അപ്പുണ്ണിയെ വിളിച്ചപ്പോഴെല്ലാം ദിലീപിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്ന കാര്യവും പോലീസ് ചോദിച്ചറിഞ്ഞു. എന്നാൽ ഇക്കാര്യത്തിൽ അപ്പുണ്ണി കൃത്യമായ മറുപടി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സുനിയെ അറിയില്ലെന്ന മൊഴിയിൽ ദിലീപും കാവ്യയും ഉറച്ചു നിൽക്കുമ്പോൾ അപ്പുണ്ണിയുടെ മൊഴി കേസിൽ നിർണായകമാണ്. 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ നൽകിയ മൊഴികൾ പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. അതിനിടെ ജയിലിൽ സുനിക്ക് കത്തെഴുതാൻ സഹായിച്ച വിപിൻ ലാലിനെയും പോലീസ് ക്ലബ്ബിൽ എത്തിച്ചിരുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന വിപിൻ ലാലിനെ അപ്പുണ്ണിക്കൊപ്പം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു. തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് എഴുതിച്ചതെന്ന് വിപിൻ ലാൽ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഈ കത്ത് അപ്പുണ്ണിയുടെ മൊബൈലിലേക്ക് സുനി വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തത്. അതിനിടയിൽ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തും സംവിധായകനുമായ ശ്രീകുമാർ മേനോനും അന്വേഷണ സംഘത്തിന് മുൻപാകെ 1 മണിക്കൂറോളം മൊഴി നൽകി. ദിലീപിന്റെ മൊഴിയിൽ മുംബൈ കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഈ മൊഴിയിൽ വ്യക്തത തേടാനാണ് മുംബൈ നിവാസിയായ ശ്രീകുമാർ മേനോനെ ചോദ്യം ചെയ്തത്. ഈ മൊഴികളെല്ലാം ക്രോഡീകരിച്ച് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടവരെ ഇനിയും വിളിച്ചു വരുത്തുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. എല്ലാ പഴുതുകളും അടച്ച് അനുബന്ധ കുറ്റപത്രം തയ്യാറാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇനിയും നിരവധി പേരെ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന് TP ദാസൻ. PU ചിത്രയ്ക്കായി നിയമപോരാട്ടം തുടരുമെന്നും TP ദാസൻ വ്യക്തമാക്കി.